അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ പുതിയ ഓരോ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എപ്പിസോഡാണ്. കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഷീഡോന്റെ മെസ്സഞ്ചർ ആയിട്ടുള്ള ജോസൻ പറഞ്ഞ ആളിനെ കൊല്ലുന്നതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് സീന് ഈ ആൾക്കാരിനെയൊക്കെ പെറുക്കി എടുത്തു കൊണ്ടുപോകുന്നതാണ്. ആ പീരങ്കി കൊണ്ടുള്ള അറ്റാക്കിൽ ആൾക്കാരൊക്കെ പീസായി പോയിട്ടുണ്ട്. മെസ്സഞ്ചർമാരിനെ സാധാരണ ആരും ഒന്നും ചെയ്യാറില്ല. എന്നാൽ ഇവിടെ നഗക്കാഡോ എടുത്തു ചാടി ഈ മെസ്സഞ്ചറിനെ കൊന്നതുകൊണ്ട് യുദ്ധം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സ്ഥലത്തേക്ക് ആര് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഷി ആദ്യം പോയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുന്ന്, ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് പോയതാണ്. അപ്പൊ എന്തിനാണ് യോഷി പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഷിയുടെ ആർമിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ അങ്ങനെ വലിയൊരു ആർമി ആയിട്ട് യോഷി വരികയാണ്. യോഷിക്കും ഇത്ര വലിയൊരു ആർമി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന്റെ കൂടെ ഒരു സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിക്കോന്റെ ഭർത്താവ് ഉണ്ടല്ലോ ബുണ്ടാരോ എന്ന് പറഞ്ഞിട്ടുള്ള ആള്, അയാള് മരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് കണ്ടു. എന്നാൽ അയാൾ ശരിക്കും മരിച്ചിട്ടില്ല. അങ്ങനെ മാരിക്കോന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, ഇവരുടെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോ മാരിക്കോ ആണെങ്കിൽ ഇപ്പൊ ജോണിന്റെ കൂടെ അടുപ്പത്തിലാണ്. ആകെ പെട്ടുപോയ ഒരു അവസ്ഥയിലാണ് മാരിക്കോ ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നേരെ ഒസാക്കിയിലേക്ക് പോവാം. കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ് ഇവിടെ. യോഷി ഒഴിച്ചുള്ള ബാക്കി എല്ലാ റീജൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവർക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീപ്ലേസ്മെന്റ് വേണം. 5 പേരാണല്ലോ റീജൻസ്, 5 രാജാക്കന്മാരാ ഉള്ളത്. ഒരാൾ പോയി, യോഷി പോയി, റിസൈൻ ചെയ്ത് പോയി. അപ്പൊ എന്ത് വോട്ട് ചെയ്യണമെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിലും 5 പേര് വോട്ട് ചെയ്താലേ അത് നടക്കുള്ളൂ. അപ്പൊ ഒരാളിനെ ഇപ്പൊ വേണം. അപ്പൊ ഓരോ റീജൻസും അവരവരുടെ ആൾക്കാരനെ സജസ്റ്റ് ചെയ്യും. ഇന്ന ആളിനാക്കിയാലോ എന്ന് ചോദിക്കും. അപ്പൊ ഇഷീഡോ പറയും മെയ്ഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, ഓനോ എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ല, ആ ഒരു അസുഖമുള്ള ആള്, അയാളുടെ ഒരു കസിനാണ് ഇദ്ദേഹം, അയാളെ ആക്കാം എന്ന് പറയും. അതിന് എതിർക്കും, ഇവനൊരു മണ്ടനാണ്, ഇവനൊക്കെ വേണോന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇഷീഡോന്റെ തീരുമാനം അത് ഫൈനലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഒരു ബോക്സ് വരും. ആ ബോക്സിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസന്റെ തലയുണ്ടല്ലോ, ആ തല വെട്ടി മാറ്റി ആ ബോക്സിൽ കൊടുത്തയച്ചിരിക്കുകയാണ് ഇങ്ങോട്ട്. ഇത് കണ്ട് ഇഷീഡോന് നല്ല ദേഷ്യം പിടിക്കും. യുദ്ധം ഒഫീഷ്യലി സ്റ്റാർട്ടായി എന്നുള്ള കാര്യം ഇഷീഡോവും മനസ്സിലാക്കും. ഇനി അടുത്തത് യോഷിയും മാരിക്കോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. മാരിക്കോ ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ യോഷിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ജോൺ എല്ലാ കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയും. അപ്പൊ യോഷി പറയും നിന്റെ ഭർത്താവ് മടങ്ങി വന്നത് ഭാഗ്യം പോലെ നീ വിചാരിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ജോണിന്റെ വീടുണ്ടല്ലോ അവിടെയാണല്ലോ നീ ഇപ്പൊ താമസം, അവിടെ തന്നെ ബുണ്ടാരോനെ താമസിപ്പിക്ക്, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് താമസിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നഗക്കാഡോ അവിടേക്ക് വരും. നഗക്കാഡോ ഒരു പക്ഷിനെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരു ചത്ത കിളിയാണത്. അപ്പൊ യോഷി പറയും നീ ഒരു കാര്യം ചെയ്യ്, ജോൺ ഇതുകൊണ്ട് കൊടുക്കുമെന്ന് പറയും. ആസ് എ ഗിഫ്റ്റ് ജോൺ ഇതുകൊണ്ട് കൊടുക്കുമെന്ന് പറയും. ഈ ജപ്പാൻകാരുടെ ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് മാരിക്കോനെ പറഞ്ഞു വിടും. നഗക്കാഡോനെ വിളിച്ചിട്ട് നല്ല ചീത്ത അങ്ങോട്ട് പറയും. നിന്റെ ഒരു എടുത്തുചാട്ടം കാരണം ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് നിനക്ക് അറിയോ? നീ ആക്ച്വലി എബിഷിഗയുടെ ചതിയിൽ വീണ് പോയതാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, എബിഷിഗയുടെ ഒരു കസിനാണ് ഒമി എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഈ ഒമിയാണ് നഗക്കാഡോന്റെ അടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. അപ്പൊ നിന്നൊരു മണ്ടനാക്കുമായിരുന്നു എല്ലാവരും കൂടെ എന്നുള്ള കാര്യമൊക്കെ പറയും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ യോഷിക്ക് ഇവിടെ ഒന്നും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. എന്നിട്ട് യോഷി പറയും നിനക്കൊരു പണിഷ്മെന്റ് തരാൻ പോവാണ്, ട്രെയിനിങ്ങിന് ഇനി നീ പോവണ്ട, നിന്നെ ആ ഡ്യൂട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണെന്ന് പറയും. നഗക്കാഡോന് വിഷമവും, ചെറിയ പയ്യനാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആ ഒരു വയസ്സിന്റെ ആണ് ഇതൊക്കെ. ഇനി നമ്മുടെ ജോൺ എവിടെയാന്ന് നോക്കാം. ജോൺ ഇപ്പൊ വലിയ വീടൊക്കെ ഉണ്ട്, ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ജോൺ ആകെ ഒരു വട്ട് പോലെ ആയിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട്. യോഷിന്റെ ഗിഫ്റ്റ് കിട്ടിയല്ലോ, ആ ഒരു ചത്ത കിളി, ആ ചത്ത കിളിനെ വീട്ടിന്റെ ഫ്രണ്ടിൽ ജോൺ തൂക്കിയിടും. എന്നിട്ട് പറയും ഒരാളും ഇത് തൊട്ടു പോകരുത്, ഇത് ഇവിടെ തന്നെ വേണം, ആരും വൃത്തിയാക്കുവരുത്, എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത് എന്ന് പറയും. വീട്ടിലുള്ള ഫ്യൂജിയൊക്കെ ഇത് കണ്ട് ഇത് വേണോ, ഇത് നല്ല നാറ്റം വരും എന്നൊക്കെ പറയും. പക്ഷെ ജോൺ അതിനൊന്നും സമ്മതിക്കില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞ് ജോൺ ഒരു വഴിക്ക് പോവും. അതിനുശേഷം ബുണ്ടാരോ ജോണിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഫ്യൂജിയാണ് ബുണ്ടാരോനെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കാണുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത്, മാരിക്കോയും ഫ്യൂജിയും ജോണും എല്ലാം ഇവിടെ തന്നെയാണോ താമസം, നിന്നെ അവനെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സെക്സ് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ കാര്യമൊക്കെ ചോദിക്കും. അപ്പൊ ഫ്യൂജി പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല, നല്ലൊരാളാണ് ജോൺ, അതിലൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളാണെന്ന് പറയും. സത്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ബുണ്ടാരോന് ജോണിനെ കണ്ണെടുത്താ കണ്ടുകൂടാ, നല്ല ദേഷ്യമാണ്, ഒരു ഫോറിനർ ആയതുകൊണ്ടുള്ള ദേഷ്യമാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാതെ സ്വന്തം ഭാര്യയായിട്ട് അടുപ്പമുള്ളത് കൊണ്ടല്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് യോഷിയും എബുഷിഗയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. അപ്പൊ യോഷി ചോദിക്കും ആരുടെ ഐഡിയ ആയിരുന്നു ഇത്, നഗക്കാഡോനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചത് ആരായിരുന്നു എന്ന് ചോദിക്കും. എല്ലാ കാര്യങ്ങളും യോഷിക്ക് അറിയാമെങ്കിലും എബുഷിഗയുടെ മനസ്സിലിരിപ്പ് അറിയാനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ട് എബുഷിഗ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഉള്ള സത്യമൊക്കെ പറയും. ഒമീനെ പ്രൊട്ടക്ട് ചെയ്യൊന്നുമില്ല, നേരെ ഒമീന്റെ പേരെടുത്ത് പറയും. ആ ഒമിയും ഇവനും കൂടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒമിയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം പറയും. ഒമിയാണെങ്കിൽ അങ്കിളിനെ എബുഷിഗയെ സഹായിക്കാനാണ് നോക്കിയത്. എബുഷിഗയ്ക്ക് അറിയാലോ ഒരു ലോയൽറ്റി ഇല്ല ആരോടും. അപ്പൊ ഒമിനെ നമുക്ക് പിടിച്ചിട്ട് വരെ അവനൊരു പണിഷ്മെന്റ് കൊടുക്കാന്ന് എബുഷിഗ പറയും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഇറക്കുന്നത് യോഷി പറയും ഒരിക്കലും ഒമിനെ ഒന്നും ചെയ്യരുത്, ഒമി ഇങ്ങനെ ചെയ്തത് കൊണ്ട് അത് നന്നായിട്ടേ ഉള്ളൂ, യുദ്ധം
യുദ്ധം തുടങ്ങാൻ ഒരു കാരണം നോക്കി ഞാൻ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അത് സംഭവിച്ചു. ഒമിനെ ഞാൻ ശിക്ഷിക്കല്ല ചെയ്യുന്നത്, ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഇനി ട്രെയിനിങ് ആര് ഹെഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒമി ഹെഡ് ചെയ്യും എന്ന് പറയും. നഗക്കാട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പൊ ഒമിക്ക് കൊടുത്തിരിക്കുകയാണ് യോഷി. ഇത് യോഷിയുടെ ഒരു ബുദ്ധിയാണ്. ആക്ച്വലി യബുഷികേനെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത്. ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇവർ വിചാരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഇത് കേട്ട് യബുഷികയും ഞെട്ടും, ഈ ന്യൂസ് കേട്ട ഒമിയും ഞെട്ടും. അങ്ങനെ ആ ദിവസം രാത്രിയായി നമ്മൾ നേരെ ജോണിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ വെച്ചിട്ട് ജോണും ബുണ്ടാരോയും തമ്മിൽ ഒരു ഡിന്നർ കഴിക്കുന്ന സീനാണ്. അപ്പൊ ജോൺ ഒരു റാബിറ്റ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ജപ്പാൻകാർ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല. അത് കഴിക്കാൻ കൊടുക്കുമ്പോൾ അതൊന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറയും. നേരത്തെ പറഞ്ഞല്ലോ ബുണ്ടാരോന് ജോണിനെ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ള കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബുണ്ടാരോന് ഒട്ടും ഇഷ്ടമല്ല ജോണിനെ എന്ന്. അപ്പൊ ജോൺ ഈ നൂഡിൽസ് കഴിക്കണതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്, അറിയില്ലല്ലോ. ജപ്പാൻകാർ കഴിക്കണ പോലെ ഒന്നും ജോണിന് അറിയില്ല. അപ്പൊ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും ജോണിനെ. അതിൽ തുടങ്ങി അവസാനം എന്തിലെത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രിങ്കിങ് കോമ്പറ്റീഷനിലെത്തും. ജോൺ പറയും ഈ ചെറിയ കപ്പിലൊന്നും അല്ല ഞാൻ നമ്മുടെ നാട്ടിൽ കുടിക്കുക, എനിക്ക് വലിയ കപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കപ്പ് എടുക്കും. അതിൽ സാക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ജപ്പാൻകാരുടെ ഒരു ഡ്രിങ്ക് ആണ്, അത് കുടിക്കാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് ബുണ്ടാരും അതേപോലെ സ്റ്റാർട്ട് ചെയ്യും. മാൻലിനെസ് കൂടുതൽ കാണിക്കുന്നത് ആരാണെന്നുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജോൺ ചോദിക്കും നിന്റെ ഒരു സ്റ്റോറി പറ, നീ നല്ലൊരു സോൾജർ അല്ലേ, അപ്പൊ നീ ഒരുപാട് യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഒരു വാർ സ്റ്റോറി പറയുന്നു പറയും. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ ഈ ഹീറോയിസം എന്നൊക്കെ പറയുന്നത് മരിച്ച ആൾക്കാർക്കാണ്. ഞാൻ പണ്ട് യുദ്ധത്തിന് പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊന്നും ജപ്പാൻകാർ പറയില്ല. അപ്പൊ ഈ കാര്യം ജോൺ ചോദിക്കുമ്പോൾ മാരിക്കോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുമ്പോൾ ബുണ്ടാരു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുണ്ടാരു നല്ലൊരു ബോ ആൻഡ് ആരോ സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു ടാർഗറ്റിൽ കൃത്യമായിട്ട് അമ്പ് വിടണമെങ്കിൽ ബുണ്ടാരോന് ഒരു സ്പെഷ്യൽ സ്കില്ലുണ്ട്. അപ്പൊ ബുണ്ടാരോ ദേഷ്യം വന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പും വില്ലും എടുത്തിട്ട് മാരിക്കോന്റെ ജസ്റ്റ് മുന്നിലൂടെ അമ്പ് വിട്ടിട്ട് ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കും. ബേസിക്കലി ബുണ്ടാരോന്റെ സ്കില്ല് കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ കള്ള് കുടിച്ച് ബോധമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടാർഗറ്റിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ മാരിക്കോനെ ഡേഞ്ചറിലാക്കും. എന്നിട്ട് മാരിക്കോനോടും ചൂടാവും. നീ ആരാണെന്നുള്ള സത്യം നീ ഇവിടെ വെച്ച് പറയും, ഇവന് പറഞ്ഞു കൊടുക്ക് ജോണിന്, നീ ആരുടെ മകളാണ്, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ ഭാര്യ ആയത് എങ്ങനെയാണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കേച്ചി ജിൻസായ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മകളാണ് മാരിക്കോ. ഈ ടൈക്കോ വരുന്നതിന് മുന്നേ കുറോഡ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു അന്ന് റൂൾ ചെയ്തിരുന്നത്. അയാളുടെ ഒരു ആർമി ജനറൽ ആയിരുന്നു മാരിക്കോന്റെ അച്ഛൻ ജിൻസായ്. കുറോഡ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പക്ഷെ ഭയങ്കര മോശമായിട്ടുള്ള ആളായിരുന്നു. കറപ്ഷൻ, മർഡേഴ്സ് ഒക്കെ ഒരുപാട് അനാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിൻസായ് ഇതൊക്കെ കണ്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ജപ്പാന്റെ റൂളറിനെ കൊല്ലുകയായിരുന്നു. അപ്പൊ സ്വന്തം ലോഡിനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിലൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോ എന്ത് നല്ലതിനായിക്കോട്ടെ. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻസായിന്റെ എല്ലാ ഫാമിലിയിലെ ആൾക്കാരിനെയും ഇവര് തേടി പിടിച്ച് കൊന്നിട്ടുണ്ട്, മാരിക്കോനെ ഒഴിച്ച്. മാരിക്കോ അന്ന് ന്യൂലി മാരീഡ് ആയിരുന്നു, അതുകൊണ്ട് മാത്രമാണ് മാരിക്കോ മരിക്കാതിരുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഡ് സ്റ്റോറി മാരിക്കോനുണ്ട്. അതുകൊണ്ടാണ് ഈ മാരിക്കോയും ഭർത്താവും തമ്മിൽ അത്ര നല്ല ടേംസിലല്ലാത്തത്. ഇയാൾക്കൊരു പുച്ഛമാണ് ആക്ച്വലി മാരിക്കോനെ. ഒരു ചതിയന്റെ മകളാണല്ലോ എന്ത് പറഞ്ഞാലും മാരിക്കോ. അപ്പൊ അങ്ങനെയുള്ള ആളുടെ മകളിനെ ബുണ്ടാരോന് അത്ര ഇഷ്ടമൊന്നുമല്ല. ബുണ്ടാരോ ഒരു പെർഫെക്റ്റ് സോൾജർ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അംഗീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പൊ അതേ ദിവസം രാത്രി ഈ ഡിന്നറൊക്കെ കഴിഞ്ഞ് ബുണ്ടാരോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിക്കോനെ ഉപദ്രവിക്കും, ഫിസിക്കലി അസോൾട്ട് ഒക്കെ ചെയ്യും. ഈ പണ്ട് കാലത്തൊക്കെ പോലെ ഈ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ പ്രോപ്പർട്ടി എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. അപ്പൊ എന്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ജോണൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്യും. ഇത് ചോദിക്കാൻ ജോൺ ബുണ്ടാരോന്റെ അടുത്ത് ചെല്ലും. ബുണ്ടാരോ ആണെങ്കിൽ ഈ വീട് നിന്റെ അല്ലേ, ഞാൻ നിന്നെ ഫൈറ്റ് ചെയ്യില്ല എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറയും. എന്റെ ഭാര്യയാണത്, ഭാര്യന്റെ മേല് ആർക്കും അധികാരമില്ല, ഈ വീട് ചിലപ്പോൾ നിന്റെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. ഒരു വ്യത്യസ്തമായ ഒരു കൾച്ചറാണ് ജപ്പാൻകാരുടെ. അടുത്ത ദിവസം രാവിലെ ജോണ് മാരിക്കോനെ കാണും. ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഭാര്യനെ പിടിച്ച് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ, നീ എന്തിനാണ് ബുണ്ടാരോന്റെ കൂടെ ഇപ്പോഴും ജീവിക്കുന്നതൊക്കെ ചോദിക്കും. മാരിക്കോ പറയും ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, എല്ലാവർക്കും ഇതേപോലെ ഓരോ സ്റ്റോറീസ് ഉണ്ട്, ഓരോ ആൾക്കാരുടെ പാസ്റ്റ് അങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയും. അത് കഴിഞ്ഞ ഒരു കാര്യം കൂടെ പറയും, ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല, അന്ന് നമ്മളൊരു സെക്സ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇനി അത് പറഞ്ഞിട്ടൊന്നും വരണ്ട, എന്റെ ഭർത്താവ് മടങ്ങി വന്നു, ഇനി നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറയും. ഇനി ജപ്പാൻകാരുടെ വേറൊരു ഭ്രാന്തോടെ നമുക്ക് കാണാം. അപ്പൊ ഈ കോൺവെർസേഷൻ കഴിഞ്ഞ് ജോൺ നേരെ വീട്ടിലേക്ക് വരും. ജോണിന്റെ വലിയ വീട്ടില് ഒയ്ജിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാർഡനർ ഉണ്ട്. ഗാർഡനർ എന്ന് പറയുന്നത് അവിടുത്തെ പുല്ലും ബാക്കിയുള്ള കാര്യമൊക്കെ വൃത്തിയാക്കുന്ന ആളാണ്. ഈ ചത്ത കിളിനെ തൂക്കി വെച്ചിട്ടുണ്ടല്ലോ ആ വീട്ടില്. അപ്പൊ ഇതിന്റെ മണം സഹിക്ക വയ്യാതെ ഈ ഗാർഡനർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കിളിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റും. വീട്ടിന്റെ ഫ്രണ്ടിലാണല്ലോ, എത്ര കാലം ഇങ്ങനെ മണം സഹിച്ചിരിക്കും. അപ്പൊ ജോൺ എന്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇത് എന്റെ അനുവാദം ഇല്ലാതെ ആരും എടുത്ത് മാറ്റരുത് എന്ന് വെറുതെ പറഞ്ഞതാണ്. ചുമ്മാ ഒരു കാര്യമില്ല, എല്ലാവരും
പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ മുറി ജപ്പാനീസിലാണ് ജോൺ സംസാരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഇവർക്ക് അത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഈ കിളിനെ എടുത്തു മാറ്റി ഈ വീടിന്റെ ഓണർ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഗാർഡനറിനെ ഇവർ കൊല്ലും. ഇത് കേട്ട് ജോണിന്റെ കിളി പോവും. വെറുതെ ഒരു വാക്കിന്റെ പുറത്ത് ഒരാളിനെ ഞാൻ കൊന്നല്ലോ എന്നുള്ള ഒരു കാര്യം ജോൺ ആലോചിക്കും. ഇനി അടുത്തത് യോഷിയും ജോണും മാരിക്കോയും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. ജോൺ പറയും ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാവർക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എന്റെ പണി കഴിഞ്ഞു, ഞാൻ വന്ന ആ ഒരു ജോലി അവസാനിച്ചു, ഇനി എനിക്ക് എന്റെ ഷിപ്പും എന്റെ ആൾക്കാരിനെ ഞാൻ അവിടുന്ന് പോട്ടെ, എനിക്കിവിടെ മതിയായി എന്ന് പറയും. അപ്പൊ യോശി ചോദിക്കുക എന്താണ് ഇപ്പൊ എനിക്കിവിടെ പ്രശ്നം, എന്ത് സൗകര്യങ്ങളാണ് നിനക്കിവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കും. അപ്പൊ തൊട്ട് മുന്നേ നടന്ന ആ ഒരു പ്രശ്നം പറയും. എന്റെ വീട്ടില് ഒരു ഗാർഡനർ ഉണ്ടായിരുന്നു, ഒരു ആവശ്യമില്ലാണ്ട് അയാളെ നിങ്ങൾ കൊന്നു കളഞ്ഞു, എന്താ അതിന്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പൊ മാരിക്കോ പറയും നീയല്ലേ പറഞ്ഞത് അതാരും തൊട്ടു പോരുത്, അത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒന്നും ചെയ്യരുതെന്ന് നീയല്ലേ പറഞ്ഞത്, ഇപ്പൊ പിന്നെ എന്താ നീ ഇങ്ങനെ പറയുന്നത് ചോദിക്കും. സംഭവം സത്യമാണ്, നീ കാരണമാണ് അയാൾക്ക് ഈ ഗതി വന്നത്, ഇനി ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മര്യാദയ്ക്ക് നോക്കിയും കണ്ടിട്ടൊക്കെ പറയുന്നു പറയും. അപ്പൊ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് എർത്ത് കേക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു വലിയൊരു എർത്ത് കേക്ക് സംഭവിക്കുകയാണ്. യോഷി അതിന്റെ ഇടയിൽ പെടും. ജോൺ ഓടിപ്പോയിട്ട് യോഷിനെ ആ മണ്ണിന്റെ അടിയിൽ നിന്ന് രക്ഷിക്കും. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആർമി ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവര്, ആ ആർമി ബേസ് മുഴുവൻ നശിക്കും. യോഷി പോയി കൊണ്ടുവന്ന പട്ടാളക്കാര് മെജോറിറ്റി ആൾക്കാർ ആ എർത്ത് കേക്കിൽ പെട്ട് മരിക്കുകയാണ്. യോഷിയുടെ ആർമീനെ നഷ്ടപ്പെടുകയാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആർമിനെ കൊണ്ടുവന്നപ്പോ ഇത്രയും പവർ ഉണ്ടല്ലോ യോഷിക്ക് എന്ന് വിചാരിച്ചതാണ്. പെട്ടെന്ന് തന്നെ എർത്ത് കേക്ക് വന്ന് അതൊക്കെ പോയി. ആർമി നഷ്ടപ്പെട്ടപ്പോൾ യോഷി ഒന്ന് പതറുന്നുണ്ട് ഇവിടെ വെച്ചിട്ട്. ഇനി നമ്മൾ അവസാനത്തെ ഒരു സീനിലേക്കാണ്. ലേഡി ഒച്ചീബ വരികയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ലേഡി ഒച്ചീബനെ നേരിട്ട് കാണുന്നത്. ലേഡി ഒച്ചീബ എന്ന് പറയുന്നത് ടൈക്കോന്റെ ഭാര്യയാണ്. ഈ ഭാര്യയിലാണ് ടൈക്കോയ്ക്ക് ഒരു മകനുള്ളത്, പ്രായപൂർത്തി ആവാത്ത പയ്യൻ. ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ കൗൺസിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലേഡി ഒച്ചീബ നേരെ ഒസാക്കിയിലേക്ക് വരും. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ലേഡിയാണ്. ആദ്യത്തെ കുറച്ച് കോൺവെർസേഷൻ തന്നെ നമുക്കത് മനസ്സിലാവും. ഇഷീരോനെ വിളിപ്പിക്കും. ഇഷീരോന് പറയും നിന്റെ പൊളിറ്റിക്സ് ഒക്കെ നീ നിർത്തിക്കോ, എന്റെയും എന്റെ മകന്റെയും പ്രൊട്ടക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളൊക്കെ ഇരിക്കുന്നത്. യോഷി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നീ കാണുന്നില്ലേ, ഇതിനൊക്കെ ഒരു അവസാനം നിങ്ങൾ ഇപ്പൊ വരുത്തണം. ഇത്രയും കാലം ഒന്നും ചെയ്യാതിരുന്നതേ നല്ലതല്ല, ഇത്രയും കാലം എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നു, ഇതിനുള്ള ആൻസർ നിങ്ങൾ ഈ കൗൺസിലുള്ള ആൾക്കാർ എനിക്ക് നൽകണം എന്ന് പറയും. ഇഷീരോന് ഒന്നും അങ്ങോട്ട് പറയാനില്ല, എല്ലാം ഇങ്ങോട്ടാണ് പറയുന്നത്. അപ്പൊ തന്നെ ആ ഒരു പവർ ലേഡി ഒച്ചിബയുടെ ഒരു പവർ മനസ്സിലായി. ഇഷീഡോ വരെ മുട്ടിടിക്കും ലേഡി ഒച്ചിബന്റെ അടുത്ത്. ആ ഒരു സീനോട് കൂടിയിട്ടാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.